ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചെറുപയർ കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുള്ളൊരു ചെറുപയർ കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് കുക്കറിലേക്ക് 1/2 കപ്പ് ചെറുപയറാണ് എടുക്കുന്നത്. 1/2 കപ്പിൻ്റെ അളവിലുള്ള ചെറിയ ഗ്ലാസ്സാണിത്. ഈ ഗ്ലാസ്സിൽ 1/2 കപ്പ് ചെറുപയറിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. ഈ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. 4 വിസിൽ വരെ വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ അളവനുസരിച്ച് വേവിൽ വ്യത്യാസം ഉണ്ടാകും. എനിക്കിവിടെ 4 വിസിലായപ്പോഴേക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ആവി പോയതിനു ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കാം. ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 4 വറ്റൽമുളക് കീറിയിട്ടിട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടോളം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം. ഈ മുളക് പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടോളം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ വെള്ളം ഒന്ന് കുറച്ച് വറ്റിയിട്ട് വരണം. അതുവരെ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ കറിയാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്